എൻ്റെ പേര് ഡോണ എന്നാണ്. ഞാൻ ഇവിടെ തൊട്ടടുത്ത് നിരീശാലയിൽ നിന്നാണ് വരുന്നത്. സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ ലൈഫ് കെയറിനെ കുറിച്ച് അറിഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ കോൺടാക്റ്റ് ചെയ്തു, ഡോക്ടർ അക്ഷിക്കിനെ കോൺടാക്റ്റ് ചെയ്തു. ബാക്കി കാര്യങ്ങളെല്ലാം പ്രൊസീഡ് ചെയ്തു. 14 ഡേയ്സിലെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഞാൻ എടുത്തിരുന്നത്. ട്രീറ്റ്മെൻ്റ് എല്ലാം നല്ലതായിരുന്നു. സ്റ്റാഫ് എല്ലാം ഭയങ്കര പ്രൊഫഷണലായിട്ട് എനിക്ക് തോന്നി. ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം ഞാൻ ഫസ്റ്റ് ചെയ്തതിൻ്റെ സെക്കൻഡ് ഡെലിവറിയാണ്. ഞാൻ ഫസ്റ്റ് ഡെലിവറിക്ക് എടുത്ത പോസ്റ്റ്നേറ്റലിനെക്കഴിഞ്ഞും കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നി. കുറച്ചുകൂടെ പ്രൊഫഷണലാണ്, ടൈമിംഗ് ആണെങ്കിലും വെൽ ഓർഗനൈസ്ഡ് ആണ് ഇവരെന്ന് എനിക്ക് തോന്നി. എൻ്റെ പേര് ഡോണ എന്നാണ്. ഞാൻ ഇവിടെ തൊട്ടടുത്ത് നിരീശാലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഡെലിവറി ദുബായിലായിരുന്നു. നോർമൽ ഡെലിവറി ആയിരുന്നു. ഡെലിവറി കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ സോഷ്യൽ മീഡിയയിലെല്ലാം സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ലൈഫ് കെയറിൻ്റെ കുറിച്ച് അറിഞ്ഞത്. ഞാൻ അത്യാവശ്യം റിവ്യൂസൊക്കെ നോക്കി. അപ്പോൾ നല്ല റിവ്യൂസൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടർ ആഷിഖിനെ കോൺടാക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞൊരു 20 ഡേയ്സ് കഴിഞ്ഞാണ് നമ്മൾ നാട്ടിലോട്ട് വരുന്നത്. അത് കഴിഞ്ഞൊരു ഡോക്ടറുടെ സജഷൻ അനുസരിച്ച് ഒരു 2 to 3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തോടെ എനിക്ക് സ്ലീപ്പൊക്കെ ബെറ്ററായി തുടങ്ങി. എനിക്ക് അവിടുന്ന് ഞാൻ ദുബായിലായിരുന്നു ഡെലിവറി കഴിഞ്ഞ്. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നത്, വൺസ് നമ്മൾ രാത്രി ഫീഡ് ചെയ്യാനൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ ശേഷം കുറച്ചുകൂടി സ്ലീപ്പ് ബെറ്ററായി. പിന്നെ ബോഡി ഒന്നുകൂടി ഒരു ലൈറ്റ് ഫീലിംഗ് ഒക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങി. മെയിനായിട്ട് നമുക്ക് സ്ലീപ്പ് ഇഷ്യൂസിന് ഭയങ്കര ഒരു റിലീഫായിരുന്നു. പിന്നെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 2.5 മണിക്കൂർ എന്താണേലും നമുക്ക് മദറിന് തന്നെ ട്രീറ്റ്മെൻറ്റ് സമയം എടുക്കുന്നുണ്ട്. ബേബിക്ക് സെപ്പറേറ്റ് ആണ്. അറ്റ് സെയിം ടൈമാണ് രണ്ടും ഇവർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും സ്റ്റീം ബാത്ത് ആയിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റീം ബാത്ത് ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഡിടോക്സിഫിക്കേഷനൊക്കെ ഉള്ള പോലെ ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ കിഴികളായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് നാരങ്ങാക്കിഴിയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. 3 ഡേയ്സ് വെച്ചായിരുന്നു എല്ലാ കിഴികളും വന്നിട്ട്. നാരങ്ങാക്കിഴി, ഇലക്കിഴി, പിന്നെ ഞവരക്കിഴി. അങ്ങനെയാണ് എനിക്ക് ഞവരക്കിഴിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ 3 എണ്ണത്തിലും. കിഴിയൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് നല്ല ലൈറ്റ് ഫീലിംഗ് ആയിരുന്നു. ധാരയാണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുള്ളായി. നമുക്ക് മെൻ്റലി ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കാനും ഉറക്കമൊക്കെ ഡിസ്റ്റർബ് ആകുമ്പോൾ നമുക്ക് അതൊക്കെ ഭയങ്കര റിലീഫായിരുന്നു. പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് കുഞ്ഞിൻ്റെ കാര്യത്തിൽ വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. കാരണം സ്റ്റാഫ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. കുഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഉറങ്ങുവാണ്, നമ്മൾ ചോദിക്കാൻ കുഞ്ഞ് കരയുന്നൊന്നുമില്ലല്ലോ. വൺസ് കുഞ്ഞ് കരഞ്ഞാൽ അവർ നമ്മളെ അടുത്ത് കൊണ്ടുവരും. ഫീഡ് ചെയ്യാനൊക്കെ ഉള്ളതെല്ലാം അറേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ സ്റ്റാഫ് എല്ലാം നല്ല ഫ്രണ്ട്ലി ആണ്. നല്ല പ്രൊഫഷണലായിട്ട് തോന്നി എനിക്ക് എല്ലാവരും. നമുക്ക് സമയമുണ്ടെങ്കിൽ എപ്പോഴും 14 ഡേയ്സ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത്. കാരണം 7 ഡേയ്സ് എന്ന് പറയുന്നത് ഒരു ക്യുക്ക് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ആയിപ്പോകും. 14 ഡേയ്സ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കുമ്പോഴത്തേനും നമുക്ക് 3 ഡേയ്സ് ആയിട്ടാണ് എല്ലാം വരുന്നത്. അതായത് സ്റ്റീം 1 by 1 കിഴികളൊക്കെ ആകുമ്പോൾ പയ്യെ നമുക്ക് ബോഡിക്ക് ഒരു റിലീഫ് കിട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നമുക്ക് ക്യുക്കായിട്ടൊരു റിലീഫ് അല്ലാതെ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും 40 ഡേയ്സിൽ. ഓവറോൾ ഒരു ലൈറ്റ് ഫീലിംഗ് തുടങ്ങി എനിക്ക് ബോഡിക്ക്. ബേബിക്കാണെങ്കിലും സ്ലീപ്പൊക്കെ ബെറ്ററായി. പിന്നെ ആയിരുന്നു ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വെൽ ഓർഗനൈസ്ഡ് ആണ് ഇവരുടെ പിക്കപ്പ് ഡ്രോപ്പ് ഉണ്ട്. അത് ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു. വേറെ ഞാൻ പലയിടത്ത് അന്വേഷിച്ചപ്പോഴും പിക്കപ്പ് ഡ്രോപ്പ് ഇല്ലായിരുന്നു. നമുക്ക് പിക്കപ്പ് ഡ്രോപ്പ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഭയങ്കര ടൈമിംഗ് ആയിരുന്നു. പിന്നെ ഓൾറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഓവറോൾ. പോസ്റ്റ്നേറ്റൽ കെയർ നോക്കുന്ന മദേഴ്സിന് എനിക്ക് നന്നായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ലൈഫ് കെയർ. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞത്, ഇവർക്ക് പിക്കപ്പ് ഡ്രോപ്പ് ഉണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഇവിടെ വന്ന് ചെയ്യാം. ക്ലിനിക്കിൽ വന്ന് ചെയ്യാൻ തന്നെയാണ് ഞാനും സജസ്റ്റ് ചെയ്യുന്നത്. ബെറ്റർ ആയിരിക്കും നമുക്ക് വീട്ടിലെടുക്കുന്നതിലും. പിന്നെ പിക്കപ്പ് ഡ്രോപ്പ് ഉള്ളത് കൊണ്ട് വളരെ കൺവീനിയൻ്റ് ആണ്. നമുക്ക് വന്ന് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, നമുക്ക് വന്ന് ചെയ്തിട്ട് പോകാം. പിന്നെ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആണ്. പക്ക നാച്ചുറൽ ബേസ്ഡ് ആണ്. എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു.